അലാറം അടിച്ചു തുടങ്ങി. ഡാമിൽ അലാറം അടിച്ചു തുടങ്ങി. ഡാമിൽ ഷട്ടർ തുറക്കാൻ പോകണമെന്നല്ലേ? ഡാമിൽ എല്ലാ ദിവസവും നടക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഡാമിൽ അലാറാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ജനങ്ങളിലേക്കൊരു ജാഗ്രതാ നിർദ്ദേശമാണ് ഈ വീഡിയോ നൽകുന്നത്. ഈ വീഡിയോ ഫുൾ കണ്ട് മനസ്സിലാക്കുക നമ്മുടെ നദികളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ. അല്ല, എന്തായാലും നമുക്ക് അലാറം കേൾക്കുന്ന അടുത്തിട്ട് ഓടിയെത്താം. ഡാമിൽ നിന്നുള്ള അപകട മുന്നറിയിപ്പാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ ഡാമിൽ 27 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഓഫീസുണ്ട്. അത് ഈ വാട്ടർ ലെവലിന് തൊട്ട് താഴെ 2 നില ബിൽഡിംഗ് ആയിട്ടാണ്. അതായത് ആ വാൾ കാണുന്നില്ലേ, ആ വാളിന് ചേർന്ന് തൊട്ട് താഴെയായിട്ടാണ് 2 നില ബിൽഡിംഗ് പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ആറ്റിലെ ജലനിരപ്പ് ഒറ്റയടിക്ക് ഉയരുന്നത് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. വെള്ളം പൊങ്ങുന്ന കാണാം നമുക്ക്. ഈ നടുഭാഗത്ത് ചുഴിയടിച്ചണക്ക് ഒരു ജനറേറ്റർ ഓണാക്കിയതാണ്. അതിന്റെ ഒരു പ്രതിഭാസമാണ് ഈ കാണുന്നത്. എല്ലാ ദിവസവും നമ്മുടെ ഡാമിൽ ഈ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇതറിയാതെ ആറ്റിൽ കുളിക്കാൻ എത്തുന്ന വഴിയാത്രക്കാർക്ക് വലിയൊരു അപകടമാണ് സംഭവിക്കുന്നത്. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇവിടെ ഈ ഒരു ഇതിലേക്ക് നടന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ വെള്ളം കയറി ഉദിച്ചു വീരുകയാണ്. ആ തിര കാണുമ്പോൾ അറിയണ്ടോ വെള്ളം പൊങ്ങുന്നുണ്ടോ? തിരയല്ല, ആ സെന്ററിൽ നിന്ന് അടിയിൽ നിന്ന് മേലോട്ട് പൊങ്ങി വരുന്നതായിട്ട് ആ പ്രതിഭാസം നമുക്ക് കാണാൻ പറ്റും. ഇത് 15 മെഗാവാൾട്ടിന്റെ ഇത് ഓണാക്കിയതാണ്. നേരത്തെ ഈ ഒരു ആറ്റിലേക്ക് വെള്ളം വളരെ കുറവായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് തുറന്നു വിട്ടപ്പോഴത്തേക്ക് ആറ്റിൽ വെള്ളം കൂടി. ഇപ്പൊ സൈറൻ അടിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഈ ആറ്റിൽ കുളിക്കുന്നവർക്ക് ഒരു സിഗ്നൽ കൊടുത്തതാണ്. വെള്ളം കൂടി മിനിറ്റ് കൊണ്ടാണ് ആറ് നിറഞ്ഞൊഴുകുന്നത്, മിനിറ്റുകൾ കൊണ്ട്. അടുത്ത് ഓണാക്കി. വൈകിട്ട് 5 മണിക്ക് ശേഷമാണ് ഈ ഒരു സംഭവം നമ്മുടെ ഡാമിൽ നടക്കുന്നത്. അതിനുശേഷം നടക്കുന്ന പ്രതിഭാസം കണ്ടോ, ഓരോ മിനിറ്റിൽ എത്രത്തോളം വെള്ളമാണ് ഒഴുകി എത്തുന്നത് നമുക്ക് കാണാം. വെള്ളത്തിന്റെ പവർ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടിയും നല്ല പവറിലാണ് ഇവിടെ വെള്ളം ഒഴുകുന്നത്. വെറും മിനിറ്റുകൾ കൊണ്ട് ഡാമിന്റെ അവസ്ഥ മാറിയതുണ്ടോ? അപ്പൊ ഈ കുളിക്കിറങ്ങിയ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. എത്ര അയ്യപ്പ ഭക്തന്മാരൊക്കെയാണ് ഇവിടെ ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അപകടമാണ്, അറിയാത്ത സ്ഥലങ്ങളിൽ ഇറങ്ങരുത് എന്ന് പറയുന്നത്. വെള്ളം ഇല്ലാത്ത സാഹചര്യത്തിലായിരുന്നു അരമണിക്കൂർ മുമ്പ് വരെ. ഇപ്പം പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്തത്രയും വെള്ളമാണ് ഇപ്പൊ ഇവിടുന്ന് ഒഴുകി എത്തുന്നത്. ഇത് ഇവിടുത്തെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 പമ്പ് തുറന്നെന്നാണ് പറയുന്നത്. ഭയങ്കര ശക്തിയിലാണ് ഇത് അടിയിൽ നിന്ന് മുകളിലോട്ട് വെള്ളം ഫോഴ്സ് ചെയ്യുന്നത്. ആ അടിയിൽ നിന്നുള്ള വെള്ളം മുകളിലോട്ട് തള്ളിയ ശേഷം ഇതുവഴി നേരെ പുഴയിലേക്ക്. വെള്ളം ഉയരുന്നതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്നാണ് വെള്ളം ഉദിച്ചു വരുന്നത്. ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് വെള്ളം അടിയിൽ നിന്ന് മേലോട്ട് ഉദിച്ചു വരുന്നത്. ഡാമിൽ നിന്നുള്ള വെള്ളം, നമ്മൾ ഈ കാണുന്ന ഡാമിൽ നിന്നുള്ള വെള്ളം ഇവിടെ നിന്നാണ് അടിയിൽ നിന്ന് മുകളിലോട്ട് ഉദിച്ചു വരുന്നത്. കണ്ടോ ഈ പ്രതിഭാസം കണ്ടോ? ഇവിടുത്തെ അവസ്ഥ ഇപ്പം കണ്ടോ, മാറിയത് കണ്ടോ? ഇതിന് 10 മിനിറ്റ് മുമ്പ് ഇവിടെ കുളിച്ച ആൾക്കാർക്ക് വെള്ളമില്ലായിരുന്നു ഈ ആറ്റില്. ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെള്ളമാണ്. അതുമല്ല, നമ്മളെ ഈ അയ്യപ്പ ഭക്തന്മാർ ഒരുപാട് പേര് ഈ ആറ്റിൽ കുളിക്കുന്നുണ്ട്. നമുക്ക് ഓർക്കണം, വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് മാറും. അതിൽ അപകടം നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്.